യോഹന്നാൻ്റെ 15-ാം അധ്യായമാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചത്. വളരെയധികം പ്രാധാന്യമുള്ള ഭാഗമാണ്. കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം, പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം വെളിവാക്കാൻ ശ്രമിക്കുക. അത് കർത്താവ് എത്ര പറഞ്ഞാലും നമ്മൾക്ക് അങ്ങോട്ട് മനസ്സിലാകാൻ ഒക്കത്തില്ല, അത്രമാത്രം ഡീപ്പാണ്. അതുകൊണ്ട് അത്രമാത്രം ഡീപ്പാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും ഞാൻ പുത്രനാ ദൈവം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. അവിടെ ഒരു ഉപമ പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സാധാരണക്കാരായ ഈ മനുഷ്യർക്ക് അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കർത്താവ് പറയുന്നതാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും, ശരിക്കും ഒരു മുന്തിരിവള്ളിയാണ്, മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ആ ബന്ധം അതാണ്. അപ്പോൾ പിതാവ് എൻ്റെ തോട്ടത്തിലെ ഒരു മുന്തിരിവള്ളിയാണ് ഞാൻ. അവിടെ അധികം മുന്തിരിവള്ളികളില്ല, ഞാനേ ഉള്ളൂ. ഞാൻ എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിലെ മുന്തിരിവള്ളിയാണ്. ആ മുന്തിരിവള്ളിയും അപ്പോൾ ഞാൻ മുന്തിരിവള്ളിയായിട്ട് ആ പിതാവിൻ്റെ തോട്ടത്തിലായിരിക്കുമ്പോൾ പിതാവ് തോട്ടക്കാരനുമാകും. തോട്ടക്കാരൻ്റെ ലക്ഷ്യം എന്താണ്? തോട്ടക്കാരൻ്റെ ലക്ഷ്യം നല്ല ഫലം കിട്ടണം. നല്ല ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മുന്തിരിവള്ളിയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. ആ തോട്ടക്കാരൻ്റെ പ്രത്യേകത അതാണ് എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും. അപ്പോൾ ഈ മുന്തിരിവള്ളിയിൽ കായ്ക്കാത്ത ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങളെയൊക്കെയും, കായ്ക്കാത്ത ശിഖരങ്ങളെയൊക്കെയും എന്ത് ചെയ്യുന്നു? അവൻ നീക്കിക്കളയുന്നു. കായ്ക്കാത്തത് അവിടെ നിന്നാൽ കായ്ക്കുന്ന കൊമ്പുകളുണ്ട്, കായ്ക്കാത്ത കൊമ്പുകളുണ്ട്. അപ്പോൾ കായ്ക്കാത്ത കൊമ്പ് അവിടെ നിന്നാൽ ആ കായ്ക്കുന്ന കൊമ്പുകളിലെ ഫലം കുറഞ്ഞു പോകും. കാരണം അതിന് വളരാനുള്ള സ്ഥലം കുറയുന്നു. ഈ കായ്ക്കുന്ന കൊമ്പുകൾക്ക് വളരാനുള്ള സ്ഥലം അവിടെ കുറയുകയാണ്, ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലിമിറ്റ് ചെയ്യാൻ ഇടയാകാതെ കർത്താവ് തോട്ടക്കാരൻ എന്ത് ചെയ്യുന്നു? കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെയും നീക്കിക്കളയുന്നു, മുറിച്ചു മാറ്റിയാൽ ഉണ്ടാകുന്ന ഗുണം, ഈ കായ്ക്കുന്ന കൊമ്പുകൾക്ക് വള്ളി വീശി കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് വരും. അതുകൊണ്ടാണ് തോട്ടക്കാരൻ അങ്ങനെ ചെയ്യുന്നത്. തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. തോട്ടക്കാരൻ പിതാവ് നീക്കിക്കളയുന്നു. ഇനി കായ്ക്കുന്ന കൊമ്പുകളുണ്ടല്ലോ, അതൊക്കെയും എന്താണ്? അധികം ഫലം കായ്ക്കേണ്ടതിന്. ഇപ്പോൾ 1 കിലോയാണ് ഉണ്ടാകുന്നത്, അത് 2 കിലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഫലം കൊടുക്കാതെ മറ്റേ വളരാതെയും മുരടിച്ചുമൊക്കെ നിൽക്കുന്നതിന്, അവിടുന്ന് ആ മുരടിച്ചതിൽ നിന്നൊക്കെ രോഗാണുക്കളുമൊക്കെ കയറി ഈ നശിച്ചു പോകും. അത് നശിച്ചു പോകാതിരിക്കുന്നതിന് അതിനെയൊക്കെ വെട്ടിക്കളയുന്നു, നീക്കിക്കളയുന്നു. പിന്നെ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ അവിടെ ചെത്തിവെടിപ്പാക്കുമ്പോൾ അവിടുന്ന് പുതിയ മുളകളുണ്ടായി
ശിഖരങ്ങളുണ്ടായി കൂടുതൽ ഫലം ഉണ്ടാകും. അപ്പോൾ ചെത്തി പിടിപ്പാക്കും. രണ്ട് കാര്യം അവിടെ ചെയ്യുന്നേ. തോട്ടക്കാരനാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും നീക്കിക്കളയും. കായ്ക്കാത്തതാണെങ്കിൽ പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ വിട്ടുകളയുന്നു. രണ്ടാമത്, കായ്ക്കുന്നതിനെയൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ നമ്മൾ കായ്ക്കുന്ന ഒരു കൊമ്പാണെന്നിരിക്കട്ടെ, കർത്താവിൻ്റെ തോട്ടത്തിലെ കായ്ക്കുന്ന ഒരു കൊമ്പാണെന്നിരിക്കട്ടെ, ആ കായ്ക്കുന്ന കൊമ്പിനെ എന്താണ് തോട്ടക്കാരനായ നമ്മുടെ പിതാവാം ദൈവം ചെത്തി വെടിപ്പാക്കുന്നു, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. ആ ചെത്തൽ വരുമ്പോൾ നമുക്കൊക്കെ ആ കൊമ്പിന് ഭയങ്കര സങ്കടമായിരിക്കും. മുറിഞ്ഞ് രക്തം ഒഴുകുന്നു. അത് സങ്കടമായിരിക്കും. പക്ഷേ ആ സങ്കടം, ആ ചെത്തല് അനുഭവിച്ചാൽ കൂടുതൽ ഫലം കായ്ക്കും. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഞാൻ നിങ്ങളോട് കുറേ സംസാരിച്ചല്ലോ. ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. നിങ്ങളുടെ ആ ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ അവിടുന്ന് മാറിയിട്ട് ഇപ്പം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്നിൽ വസിപ്പിൻ. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് അതാണ്. കർത്താവിൽ നമ്മൾ വസിക്കണം, ജീവിക്കണം. നമ്മൾ തന്നെത്താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, തന്നെത്താൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നിൽ വസിപ്പിൻ. ഈ കർത്താവിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ധാരാളം ഫലം കായ്ക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം അവിടെ ഉണ്ടാകും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവിൽ വസിക്കുകയാണെങ്കിൽ, കർത്താവ് എന്ന് പറയുന്ന ആ മുന്തിരിവള്ളിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലും, കർത്താവ് നമ്മളിലും വസിക്കും. പിന്നെ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ഈ മുന്തിരിവള്ളിയുടെ കൊമ്പ് മുറിച്ച് കളഞ്ഞു എന്ന് വിചാരിക്കുക. നല്ലപോലെ കായ്ച്ചുകൊണ്ടിരുന്ന കമ്പ, പക്ഷേ ആ കമ്പങ്ങ് മുറിച്ച് കളഞ്ഞു എന്ന് വിചാരിക്കുക. മുറിച്ച് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കെല്ലാവർക്കും അറിയാം, അത് കരിഞ്ഞു പോകും. ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ആ മുറിച്ചിട്ടിരിക്കുന്ന കൊമ്പിൽ നിന്ന് പിന്നെ മുന്തിരിങ്ങ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കായ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കായ്പാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുക. കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കാനായിട്ട് കഴിയും. എന്നിൽ വസിക്കാതെ ആർക്കും ഫലം കായ്ക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ അവൻ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. നമ്മൾ തന്നെ
നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ട ചെടികളുണ്ടല്ലോ, അതിൻ്റെ ചില കൊമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് കളയും. എന്തിനാണ് കളയുന്നത്? കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അതുപോലെ ഞാൻ അവനിലും വസിക്കും, എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളെ കർത്താവിൽ വസിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക. നമ്മൾ ജീവിക്കുന്നത് എവിടെ ജീവിക്കണം? ഈ കർത്താവിൽ ജീവിക്കണം. ഈ കർത്താവിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നല്ല ഫലം കായ്ച്ചുകൊണ്ട് പിതാവ് ആഗ്രഹിക്കുന്ന ഫലം കായ്ച്ചുകൊണ്ട് വളരാനായിട്ട് കഴിയും. അങ്ങനെയുള്ളൊരു വളർച്ചയാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്വയമായി നമുക്ക് ആർക്കും ഒരു നന്മയും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവ് വസിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുത്ത് ഉത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും ദൈവത്തിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് 14-ാം അധ്യായം 31-ാം വാക്യമാണല്ലോ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സഹോദരൻ നിങ്ങൾ ഓർപ്പിക്കുകയും ചെയ്തു. അവിടെ 2 കാര്യങ്ങൾ 31-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിന്നോട് വന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അറിയാം, യേശു നമുക്ക് സകലത്തിലും മാതൃകയായിട്ടുള്ളവരാണ്. അവനെ നോക്കിയാണ് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. എബ്രായ ലേഖനകാരൻ പറയുന്നു, അങ്ങനെയും പറയുന്നില്ലേ, വിശ്വാസനായനും പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കി മുൻപോട്ട് പോകാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. സകലത്തിലും മാതൃകയായിട്ടുള്ള കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ ആ ഇഷ്ടത്തെ താൻ സ്നേഹിക്കുന്ന, അവസാനത്തോടെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് പങ്കുവെക്കുന്ന ഈ കാര്യങ്ങളാണ് നമ്മൾ 13-ാം അധ്യായം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ 31-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും. 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവ് പിതാവിനെ സ്നേഹിച്ചു. അതിൽ മറ്റത്, അവൻ കൽപ്പിച്ചത് എന്താണോ അത് അതുപോലെ തന്നെ ചെയ്തു. നമ്മൾ ഈ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തോളൂ. നമ്മൾ ഈ അധ്യായത്തിലൊട്ട് കടന്നു പോകുമ്പോൾ ഈ 2 കാര്യം ഒരുമിച്ച്, അത് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ നമുക്ക് വേണമെന്നെ കാണാനായിട്ട് കഴിയും. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാതെ അവൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തിൽ നിന്നല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത് ഈ കൽപ്പനകളെ പ്രമാണിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് അവൻ്റെ വചനത്തിൽ നമ്മൾ കഴിഞ്ഞ 14-ാം അധ്യായത്തിൽ വായിച്ചു. നമുക്ക് സ്വയമായിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ 2 കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം നമുക്ക് വർദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് കർത്താവിന് വേണ്ടി ഉറച്ച് നിൽക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാക്വറിൻ്റെ ആ ഒരു ടെസ്റ്റിമണി ആദ്യത്തെ ദിവസം ഒന്നുകൂടി അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒരു നേവി ഓഫീസർ എടുത്ത നിലപാടുകൾ, കാരണം അതൊരു കോർട്ട് മാർഷൽ ചെയ്ത് തൻ്റെ ലൈഫ് തന്നെ ജയിലിലാകുമെന്ന് കരുതിയിട്ടും കർത്താവിനോടുള്ള സ്നേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കർത്താവിനോടുള്ള സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ വചനം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി നമുക്കൊരു മാതൃകയായിട്ടിരിക്കുന്നു. എന്നത് സന്ദർഭിച്ചത് പറഞ്ഞതേ ഉള്ളൂ. കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് എത്രത്തോളം വർദ്ധിക്കുമോ അത്രത്തോളം നമുക്ക് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാനായിട്ട് കഴിയും. അതിനൊരു മാതൃകയായിട്ട് അത് വളരെ വ്യക്തമായിട്ടിരിക്കുന്നു. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നെന്നും ലോകം അറിയട്ടെ. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതേ കാര്യമാണ്. ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് അവൻ്റെ വചനം അതുപോലെ തന്നെ, സഹോദരൻ പല ഉദാഹരണവും പറഞ്ഞിരുന്നു, നമ്മളെക്കുറിച്ച് അത് പറയുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ദൈവത്തെ അറിയാത്ത ബന്ധുമിത്രാദികളോ നമ്മുടെ സ്നേഹിതന്മാരോ അവരൊക്കെ അങ്ങനെ അറിയട്ടെ, ഈ വ്യക്തി ദൈവവചനം പറയുന്നത് പോലെയാണ് ജീവിക്കുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ 15-10 യേശു അത് എടുത്ത് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെയും ആ കാര്യം തന്നെയാണ്, സ്നേഹവും കൽപ്പനയും ഒരുമിച്ച് വരുന്നൊരു കാര്യം. ഞാനത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ 2 കാര്യങ്ങളില്ലാതെ സ്നേഹത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ
നമുക്ക് അവൻ്റെ വചനം പ്രമാണിക്കാനായിട്ട് കഴിയും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ നാം അവനെ സ്നേഹിക്കുന്നു എന്ന് ആ ഒരു കൽപ്പനയെ നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയും. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമ്മൾ 14-25 വായിച്ചതുപോലെ അവനെ തന്നെ വെളിപ്പെടുത്തി തരുവാനായിട്ട് അവന് വീണ്ടും വീണ്ടും അവൻ നമ്മളോട് അവന് സ്നേഹം തോന്നും. 23-ാം വാക്യത്തിൽ പറയുന്നതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വന്ന് നമ്മളോട് വസിക്കും. നമ്മുടെ 15-1 വായിച്ചപ്പോൾ യേശുദാൻ സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നുള്ളതാണ്. സഹോദരനോട് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം പെട്ടെന്ന് വായിച്ച്, സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായത്തിൽ ഈ ഇസ്രായേലിനെ പരിചയപ്പെടുത്തുന്നത് അത് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 80-8 നീ ഇസ്രായേലിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, നീ അതിൻ്റെ തടവെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ അതിനെ ദൈവം തന്നെ പൊളിച്ചു. കാരണം ഈ കൽപ്പനകൾ അനുസരിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വചനം പ്രമാണിച്ച് മുമ്പോട്ട് പോകാത്തതുകൊണ്ട് ദൈവം തന്നെ അതിൻ്റെ വേലിയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് വഴി പോകുന്നവരൊക്കെ കയറി മേയാനായിട്ടുള്ളൊരു സന്ദർഭത്തിലേക്ക് അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയും നമുക്ക് വായിക്കാം 15-ാം വാക്യത്തിൽ നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെ നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമെന്നൊക്കെ സങ്കീർത്തനക്കാരനെ നിലവിളിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകവും വായിച്ചപ്പോഴും ദൈവമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. 5-ാം അധ്യായത്തിൽ സഹോദരനത് അതിൻ്റെ 8-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. കാരണം ഇതിൻ്റെ ആ 2-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അതിൻ്റെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അത് നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്ര. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ 15-ാം വാക്യത്തിന് 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് ഈ പിതാവിൻ്റെ കൽപ്പന അതുപോലെ പ്രമാണിച്ച് എന്താണോ കായ്ക്കേണ്ടത് അത് മാത്രം കായ്ച്ച ഒരു വ്യക്തിയാണ് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനം. നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നുണ്ട്, ജാതികളിലൂടെ ബിലിയാം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വേർപെട്ട ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളോടുകൂടി ഇടകലരുന്നില്ല. അങ്ങനെ പറഞ്ഞ ഒരു ഇസ്രായേൽ ജനമാണ് പിന്നീട് അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ കഴിയാതെ അവന് ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിക്കാതെ തകർന്ന് തരിപ്പണമായി പോയത്. ഇന്ന് ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കും. ഇവിടെ പറയുന്നത്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സാക്ഷാൽ മുന്തിരിവള്ളിയായും, അതായത് പിതാവ് എന്താണോ ആഗ്രഹിച്ചത് അതേ കാര്യം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് അവൻ്റെ വചനത്തിൽ കൂടി നമ്മൾ ആ വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് കഴിയും. എന്താണ് പിതാവ് തൻ്റെ പുത്രനെക്കുറിച്ച് ആഗ്രഹിച്ചത് അതേ കാര്യം ചെയ്തു. നമുക്കറിയാം, ദൈവം നമ്മളെ, ഞാൻ ആ നേരത്തെ വായിച്ച സങ്കീർത്തന പുസ്തകത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ 15-16 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, അല്ലേ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിൽ വസിച്ച് അവൻ ആഗ്രഹിക്കുന്ന ഫലം, അത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് സഹോദരൻ ഇവിടെ പറഞ്ഞു. പല ഫലങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ട് കഴിയും. ആ ഫലം കായ്ക്കുവാനായിട്ടാണല്ലോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിൽ വസിക്കുക, ഈ 15-ാം അധ്യായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 10 പ്രാവശ്യത്തോട് ഈ വസിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അബൈഡ്, റിമെയിൻ എന്നൊക്കെ പറയുന്ന, അതായത് തുടരുന്ന ഒരു കാര്യം, അതായത് അവിടെ ഉറച്ചു നിൽക്കുന്ന. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് കഴിയുകയില്ല. നമുക്ക് അതായത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ 15-ന്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് എന്നെ പിരിഞ്ഞിട്ട് കർത്താവിൽ വസിക്കാതെ യേശു സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ല. യേശു മനസ്സറിഞ്ഞതുപോലെ കരുണ കാണിച്ചതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം കർത്താവിൻ്റെ സ്വഭാവം, നമ്മുടെ ആ സ്വഭാവം ഈ മുന്തിരിവള്ളിയിലൂടെ ആ രസം ഒഴുകി മുമ്പിലോട്ട് വരുന്നത് പോലെ അങ്ങനെ വരാതെ നമ്മുടെ ജീവിതത്തിൽ ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരാതെ അവനിൽ വസിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അവൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ കായ്ക്കുക, അവനിൽ വസിച്ചുകൊണ്ട്
നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട്. കാരണം ഈ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 2-ാം വാക്യത്തിൽ അധികം ഫലം കായ്ക്കണമെന്ന് പറയുന്നു. 5-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ മുമ്പേ വായിച്ച 16-ാം വാക്യത്തിൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നു. അതായത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും നിലനിൽക്കുന്ന ഫലം. അപ്പോൾ എപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവനിൽ വസിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന, കാരണം അവൻ നമ്മളിലൂടെയാണ് ഇന്ന് അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഴമായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വചനം പ്രമാണിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവന് നമ്മളെക്കുറിച്ച് ഈ വചനത്തിലൂടെ നമ്മളെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്കുള്ള കൽപ്പനകൾ, അവൻ എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കൽപ്പനകൾ ചെയ്തുകൊണ്ട്, കാരണം വെറുതെ ഒരു ജീവിതം നയിക്കാനായിട്ടല്ലല്ലോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ്റെ വചനം പ്രമാണിക്കുക, അത് ദൈവത്തിനോടുള്ള ഭയത്തിലും അവനോടുള്ള സ്നേഹത്തിലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നീട് 1-ാം വാക്യവും 2-ാം വാക്യവുമാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചത്. കായ്ക്കുന്നതൊക്കെയും, ഞാൻ കായ്ക്കാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല, അങ്ങനെ ആർക്കും എൻ്റെ ജീവിതത്തിൽ ഭവിക്കാതിരിക്കട്ടെ. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ആ ദൈവവചനത്താൽ, നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനത്താൽ ആ ചെത്തൽ എല്ലാ ദിവസവും നടക്കട്ടെ. നമ്മളോട് എപ്പോഴൊക്കെ ദൈവം സംസാരിക്കുന്നു ആ ഒരു വെടിപ്പാക്കൽ, വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നീക്കി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സ്വയത്തിൻ്റെതായ ഒരു ഫലമല്ല, എന്താണോ ദൈവം നമ്മളിലൂടെ ഓരോ സമയത്തും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി അവനെ ആ കാര്യത്തിൽ ചെത്തി വെടിപ്പാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാനായിട്ട് എപ്പോഴും പരാതി പറയാതെ കുറുകുറുക്കാതെ ഇരിപ്പാനായിട്ട് ദൈവം സഹായിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ, കാരണം ഈ ഒരു പ്രക്രിയ ഉണ്ട്, ഒരു കായ്ക്കുന്ന ഒരു കൊമ്പയിൽ ഈ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. നമുക്ക് അവനിൽ വസിക്കാം. അവനിൽ വസിച്ച് ആ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിൽ വസിച്ച് പിതാവായ തോട്ടക്കാരൻ്റെ ആ പരിപാലനം ഏറ്റ് നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കും. എന്നിൽ വസിപ്പി, പിന്നെ 6-ാമത്തെ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ആ ഭാഗം ചേർത്തിട്ട് അവനെ തീയിലിട്ട് കളയുന്നതാണ്. അപ്പം ഞാൻ അവനോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിനകത്ത് മുന്തിരിയോട് കായ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവ് തന്നെ അതിൽ ഇന്ന് വായിച്ച 31-ാം വാക്യത്തിൽ, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. അപ്പം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലക്ഷണം കൽപ്പനകൾ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് 14 മുഴുവൻ നമ്മൾ വായിച്ചത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അത് കർത്താവ് വെറുതെ പ്രസംഗിക്കുകയല്ലായിരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ മരണം വരെയും പിതാവിനെ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. അത് കാണിക്കാൻ വേണ്ടിയാണ് എഴുന്നേൽപ്പീൻ, നാം പോകാം. ഞാൻ പിതാവ് പറഞ്ഞതുപോലെയാണ് ഇതുവരെ എല്ലാം ചെയ്തത്, ഇനി മരണത്തോളം അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ലോകം അറിയട്ടെ. അങ്ങനെ പോകുന്നു. അതിനുശേഷം കർത്താവ് പറയാണ്, ഞാൻ ഇത്രയും ഒക്കെ തികച്ചവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഇസ്രായേലിനെ നട്ടു, അത് കാട്ടുമുന്തിരി കായ്ച്ചു. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ബ്രദർ പറഞ്ഞു അതിൻ്റെ ഫലം മുഴുവൻ പിതാവിനുള്ളതാണ്. ഏതായി ഫലം? 2 തരം ഫലങ്ങളെക്കുറിച്ചും ബ്രദർ പറഞ്ഞു. ആത്മാവിൻ്റെ ഫലങ്ങൾ, ജീവിതത്തിൻ്റെ ഫലവും എൻ്റെ ജീവൻ കൊണ്ട് എൻ്റെ ജീവനിൽ നിന്ന് പുറത്തു വരുന്നൊരു ഫലം, അത് ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലം വേണമെങ്കിൽ പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിലേ ആ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്വയമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം ആ ഫലം പുറത്തു വരാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് ജോജി ബ്രദറിൻ്റെ ഒരു മെസ്സേജ് കേൾക്കുമായിരുന്നു, യാചിപ്പീൻ
അന്വേഷിപ്പീൻ, മുട്ടുവീൻ. അപ്പോൾ അവിടെ ഒരാൾ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളിനോട് എന്തെങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചെയ്താലും അവിടെ ആത്മാവിൻ്റെ ഫലമെല്ലാം ബ്രദർ വായിച്ച് കേൾപ്പിച്ചല്ലോ, ഗലാത്യർ 5:22 അപ്പോൾ അതിലേതെങ്കിലും ഒരു കാര്യം ആവശ്യമായി വരുന്ന, അത് മുഴുവനും ആത്മാവിൻ്റെ ഫലമാണ്. പക്ഷേ അത് ഒരു ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും എനിക്ക് ആവശ്യമായി വരുന്ന ഫലം എന്നിലില്ലെങ്കിൽ ഞാൻ നേരെ പോകേണ്ടത് അവിടെ സ്നേഹിതനെന്ന് പറഞ്ഞെങ്കിലും കർത്താവ് എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ രക്ഷകനാണ്, എല്ലാമാണ്. അതുകൊണ്ട് നേരെ കർത്താവിനോട് തന്നെ പറഞ്ഞാൽ ആ കർത്താവിൻ്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത്. ആ ഫലം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലും ആത്മാവിനാലും അഭിഷേകം ചെയ്യുന്നവൻ യേശു കർത്താവാണ്. ആ സമയത്ത് തന്നെ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ആ ഫലം വേണ്ടുവോളം തരുമെന്നാണ് ഇന്ന് ആ മെസ്സേജിനകത്ത് ഞാൻ കേട്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ഫലം കായ്ക്കണമെങ്കിൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കണം എല്ലാ സമയത്തും. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത് പിതാവ് തോട്ടക്കാരനാണ്, അത് ഫലം കായ്ക്കത്തക്ക വിധം എല്ലാം ചെയ്യും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. അപ്പം ഞാൻ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ, കർത്താവിൽ ആശ്രയിച്ച് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ കർത്താവ് എപ്പോഴും കർത്താവിന് ഫലം കായ്ക്കുന്നവളായിട്ട്, പിതാവിന് ഫലം കായ്ക്കുന്നവളായിട്ട് ആയിരിക്കാൻ ഞാൻ കർത്താവിൽ വസിക്കാൻ ആഗ്രഹിക്കും. കർത്താവിൽ വസിച്ചാലേ ഫലം കായ്ക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഒരു കൊമ്പ് വസിക്കുന്നു എന്ന് പറഞ്ഞ് അത് കെട്ടിവെച്ചാലും അതിൽ ഫലം കായ്ക്കാനൊക്കത്തില്ല. അതിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര ആഴമുള്ളൊരു പദമാണ് വസിക്കുക എന്ന് പറയുന്നത്. ആ കർത്താവിൽ നിന്ന് മുഴുവൻ സത്തും വലിച്ചെടുക്കത്തക്ക വിധം കർത്താവിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ അവനോട് പറ്റിച്ചേർന്ന് കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഫലം കായ്ക്കാനുള്ളൂ. കെട്ടിവെച്ചിരിക്കുന്ന ഒരു കൊമ്പ് പുറത്തുനിന്ന് നോക്കുമ്പം അതിലുള്ള കൊമ്പാണെന്ന് തോന്നുമെങ്കിലും അത് ഫലം കായ്ക്കാനും ഒക്കത്തില്ല. അത് കെട്ടിവെച്ചിരിക്കുന്നതിനോ താഴെ വീഴത്തില്ലായിരിക്കും, പക്ഷേ അതിൽ നിന്ന് ഫലം കായ്ക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പിതാവ് നോക്കുന്നത്. അല്ലാതെ പുറമേ ഉള്ള കാര്യങ്ങളൊന്നും അല്ല കർത്താവിന് കാണേണ്ടത്. കർത്താവിൽ വസിച്ച് അവനിൽ നിന്ന് ഫലം സാപ്പ് എന്നിലേക്ക് ഒഴുകി വന്നിട്ട് ഫലം കായ്ക്കുന്ന ഒരു ജീവിതം ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അത് ആ 6-ാം വാക്യം 5-ാം വാക്യം 5-6 വാക്യങ്ങൾ ജോയിച്ചാനും വായിച്ചു, ബ്രദറും വായിച്ചു. എന്നിൽ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. എന്നിട്ട് ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. അത് ഫലം കായ്ക്കുകയല്ല. പുറമേ ഒട്ടിച്ച് വെച്ചാലൊന്നും ഫലം കായ്ക്കത്തില്ല. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൽ നിന്നും മാറ്റിയിട്ട് അത് ഉണങ്ങിപ്പോയിട്ട് അത് വെന്തു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫലം കായ്ക്കുന്ന കൊമ്പുകളുണ്ട്, വെന്തു പോകുന്ന കൊമ്പുകളുണ്ട്. കർത്താവേ, ഒരിക്കലും ഈ വെന്തു പോകുന്ന കൊമ്പായി തീരുവാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നേച്ച് അവസാനം വെന്തു പോകുന്നൊരു കൊമ്പായി തീരാൻ എനിക്കിടയാകല്ലേ കർത്താവേ. കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുന്ന ഒരു കൊമ്പായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ, കർത്താവിൽ ആശ്രയിക്കാൻ, കർത്താവിൻ്റെ വാതുക്കൽ ചെന്ന് എപ്പോഴും യാചിച്ചുകൊണ്ടിരിപ്പാൻ, അന്വേഷിച്ചുകൊണ്ടിരിപ്പാൻ, മുട്ടിക്കൊണ്ടിരിപ്പാൻ, അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അത് ചെയ്യുന്ന ഒരുവളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഫലം കായ്ക്കുന്നതിനെ അധികം ചെത്തി വെടിപ്പാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ ചെത്തലുകളൊക്കെ ഞാൻ അധികം ഫലം കായ്ക്കാനായിട്ട് നീ എന്നിൽ ചെയ്യുന്ന ചെത്തലുകളെല്ലാം അത് ആരിൽ കൂടെ ആണെങ്കിലും കർത്താവേ, അതിന് വിധേയപ്പെട്ട് ആ വേദന സഹിച്ച്, അത് എന്താണെങ്കിലും കർത്താവെ, അപമാനമാണെങ്കിലും വേദനയാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിന് വിധേയപ്പെട്ട് എൻ്റെ കർത്താവ് ചെത്തി വെടിപ്പാക്കുന്നൊരു കൊമ്പായിട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നീക്കിക്കളയുന്നൊരു കൊമ്പാകാനല്ല കർത്താവെ. ചെത്തി വെടിപ്പാക്കി അധികം ഫലം കായ്ക്കും. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഫലം കർത്താവിന് കായ്പാൻ തക്കവണ്ണം, അത് ജീവിതം കൊണ്ടാണെങ്കിലും കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനാണെങ്കിലും കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെയും അധികം ഫലം കായ്ക്കുന്നൊരു കൊമ്പായിരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ ചെത്തലുകൾക്കും പിടിപ്പാക്കലുകൾക്കും എപ്പോഴും വിധേയപ്പെട്ടിരിപ്പാൻ
ഉള്ള താഴ്മ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ആ വെന്തു പോകുന്ന കൊമ്പിൻ്റെ കൂടെ ആയി പോകുവാനിടയാകല്ലേ കർത്താവെ. അതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവം എന്നെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞാൻ ദൈവത്തിന് താഴ്മയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് കേട്ട വചനം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയോ അവൻ നീക്കിക്കളയും. എന്തോ എന്നിൽ 15 യോഹന്നാൻ്റെ സുവിശേഷം 15 എന്ന് നമ്മൾ കേൾപ്പിച്ച വചനം 2 എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടുപ്പാക്കുന്നു. അപ്പം ദൈവമേ, ഞാനും അതിനായിട്ട് കർത്താവെ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള കർത്താവിൻ്റെ ആ ഫലം കായ്ച്ചുകൊണ്ട്, ആ ഗോതമ്പ് മണി അത് പാറപ്പുറത്ത് വീണാൽ അത് കിളിച്ച് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകുന്നു. അങ്ങനെ അല്ലാത്ത നല്ല നിലത്ത് വീണ് നല്ല ഫലം കായ്ച്ചുക്കാനായിട്ട് നല്ല നിലത്ത് വീഴുന്ന ആ ഗോതമ്പ് മണി നല്ല ഫലം കായ്ക്കുന്നത് പോലെ കർത്താവെ, ഇന്ന് കേൾപ്പിച്ച കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാകുന്നു. കർത്താവെ, അങ്ങനെ ദൈവത്തിൻ്റെ അധികം ഫലം കായ്ക്കുവാനായിട്ട് കർത്താവ് എന്നെയും ചെത്തി വെടുപ്പാക്കാനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പം കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തും പല ഇഷ്ടങ്ങളും ദൈവത്തിനുണ്ടായിരുന്നിട്ട് പോലും പിതാവിൻ്റെ ഇഷ്ടമാണ് കർത്താവ് ചെയ്തത്. അതുപോലെ ഞാനും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു മാതൃകയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ആ കർത്താവിൻ്റെ ആ മാതൃകയിൽ ജീവിപ്പാനായിട്ട് കർത്താവെ ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വയമായിട്ട് നമ്മുടെ സ്വയത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്വയം ഇഷ്ടത്തെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പക്ഷെ അത് നമ്മളെക്കൊണ്ട് സ്വന്തം സാധിക്കത്തില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമ്മളെക്കൊണ്ട് ആ ഫലം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ഫലം കായ്ക്കുവാനായിട്ട് കർത്താവെ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദിനംതോറും ആ പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന വചനം പറയുന്നത് പോലെ, നിങ്ങൾ നിനയ്ക്കുന്നതിലും അധികമായി ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം കർത്താവിന് ആ ഇഷ്ടം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് കർത്താവിനെ വിട്ടൊന്നും ചെയ്യുവാൻ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അതൊരു ഫെയിലായിട്ട് മാത്രമേ അത് മാറത്തുള്ളൂ. ദൈവഹിതം ചെയ്യുവാണെങ്കിൽ അത് ദൈവം ഒന്നും നമ്മൾക്ക് ദോഷത്തിനായിട്ട് കർത്താവ് ഒന്നും ചെയ്യുന്നല്ല. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കും. ഏത് നിന്ദകളും പഴികളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെയും അതിൽ നിന്ന് പിന്മാറാതെ ഈ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അധികം ഫലം കായ്ക്കുവാനായിട്ട് കർത്താവെ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ, അതുപോലെ എൻ്റെ ജോലി സ്ഥലങ്ങളിലൊക്കെ കർത്താവ് വെളിച്ചമായിരിക്കുന്നത് പോലെ എന്നെ കാണുന്നവരൊരു വെളിച്ചമായി തീരുവാനായിട്ട് കർത്താവെ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ അത് എനിക്ക് എൻകറേജിങ് ആയിരുന്നു. ആദ്യം തുടക്കത്തിൽ കർത്താവ് പലപ്പോഴും പ്രസംഗിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് അവിടെ മൗണ്ട് ഓഫ് ഒലിവ്സിൽ പോയി കിടന്നു എന്നുള്ള കാര്യം പിന്നീട് അപ്പം ശരിക്കും ഞാൻ അത് ആലോചിക്കുമായിരുന്നു. പലപ്പോഴും നമുക്ക് ആ ഒരു സെൽഫിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളവർ മൈൻഡ് ചെയ്തില്ലെന്നോ അങ്ങനത്തെ ഒരു ശരിക്കും അത് ഒരു സെൽഫിൽ നിന്നുള്ള ഒരു കാര്യമാണ്. കർത്താവിനെ കുറിച്ച് ആ ഒരു ഫിലിപ്പിയൻസ് 2 പറയുന്ന ഒരു കാര്യം ദൈവനെ ഓർപ്പിക്കുമായിരുന്നു. ഹി ഡിഡ് നോട്ട് കൺസിഡർ, അതായത് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ആണ് കർത്താവ് ഭൂമിയിൽ വന്ന് പല കാര്യങ്ങളും ചെയ്തത്. അപ്പം ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ പല ഇങ്ങനെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ എന്താണ് ഇത്ര, അപ്പം നിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും
ചെയ്യാൻ ഒരു സെൽഫ് ക്രോസിലല്ല എന്നുണ്ടെങ്കിലാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ള കാര്യം ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു സെക്കൻഡും പിതാവിൻ്റെ ഹിതം എന്താണ് അത് മാത്രം അന്വേഷിച്ച് അത് ചെയ്ത ഒരു ജീവിതം. ഇപ്പം നമ്മൾ ജോലിസ്ഥലത്തും വീട്ടിലും എല്ലാം നമ്മൾ പല കാര്യങ്ങളും നല്ലതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ എന്താ പറയുന്നത്, അതിനായിട്ട് മറ്റുള്ളവർ നമ്മളെ പ്രേസ് ചെയ്യണം. അത് ശരിക്കും നമ്മുടെ സെൽഫിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെന്നുള്ളത് എപ്പോഴും ഒരു സീറോ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഇന്ന് തന്നെ ഞാനൊരു രാവിലെ ആ ഒരു ചാൾസ് സ്പർജൻ്റെ ഒരു കോട്ടിനകത്ത് നമ്മൾ ശരിക്കും ഒരു മൊത്തം നമുക്ക് നല്ലതെന്ന് പറയാനൊന്നുമില്ല, മൊത്തം പാപികളായിട്ടുള്ള നമുക്ക് കർത്താവിൻ്റെ ആ ഒരു രക്തം അത് തന്ന് വീണ്ടെടുത്ത് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ജീവനുള്ളത്. അപ്പം ഇനിയും മുമ്പോട്ടാണെങ്കിലോ എൻ്റെ സ്വയമായിട്ടുള്ള നല്ല പ്രവൃത്തിയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല, മറിച്ച് ഓരോ നിമിഷവും ഇപ്പം പറഞ്ഞതുപോലെ കുഞ്ഞുളാൻറ്റി പറഞ്ഞപ്പോഴും വത്സലേസ്റ്റർ പറഞ്ഞപ്പോഴും ഓരോ സെക്കൻഡും ഓരോ നിമിഷവും കർത്താവിൽ അബൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതല്ലാതെ സ്വയമായിട്ട് പല കാര്യങ്ങളിലും ചെയ്യുന്നതിലല്ല, മറിച്ച് എപ്പോഴും സാക് ബ്രദറും പറയുന്ന ഒരു കാര്യം ഓർക്കുമായിരുന്നു, ഫ്രം ഗോഡ്, ത്രൂ ഗോഡ് ആൻഡ് ടു ഗോഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിനായിട്ട് അവസാനം വീണ്ടും ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം. അതിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ എൻ്റേതായിട്ടുള്ള കുറേ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് ചെയ്യാനോ അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പിറുപിറുപ്പുമായിട്ടിരിക്കാനല്ല, മറിച്ച് കർത്താവ് എനിക്കായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതിനുള്ള കാര്യം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം ഒരു ദിവസം കൂടി ദൈവം വീണ്ടും ഈ ഭവനത്തിൽ ദൈവമക്കളോടൊപ്പം പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനായിട്ട്, നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യം പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ദൈവം എന്നെ വിളിച്ച ആ നാൾ മുതലും ഞാൻ ദൈവം എന്നെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും ഞാനിന്ന് ഈ ആയിരിക്കുന്നത് ഞാൻ ദൈവകൃപയിലൊന്ന് മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം ഇത്രത്തോളം എന്നെ നടത്തി എല്ലാ വഴികളിലും ഞാൻ സന്ധ്യവ്രതർ പറഞ്ഞ പോലെ ഭൗതികമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവം നടത്തിയല്ല. നമ്മൾ ആത്മീയമായ ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ്റെ മക്കൾക്ക് അവൻ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ദൈവത്തെ അറിയാൻ തുടങ്ങിയ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ പാപിയായിരുന്നു തന്നെ കർത്താവ് എൻ്റെ പാപം കാൽവരി ക്രൂശിൽ അവൻ ഏറ്റെടുത്ത് എന്നെ അതിൽ നിന്ന് വിടുവിച്ച് ഇതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നുവരെയും ദൈവം എന്നെ നടത്തി പല വഴികളിലും പ്രയാസങ്ങളിലും ഞാൻ ആയിരുന്ന സ്ഥാനത്തൊക്കെ എൻ്റെ ബന്ധുക്കാരും എല്ലാവരും ഇന്ന് പാടിയതുപോലെ നമ്മളെ ആര് തള്ളിപ്പറഞ്ഞാലും കർത്താവ് നമ്മളെ ഒരിക്കലും ദൈവം തള്ളിപ്പറയത്തില്ല. അവനെ എൻ്റെ അടുക്ക വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിപ്പറയുകയില്ല, ഞാൻ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കുമ്പോൾ, മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ അവനിൽ ആശ്രയം വെക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. ആ കർത്താവിൻ്റെ വഴികളിൽ മുൻപോട്ടും ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും പല കർത്താവ് പറയുന്ന അതേ വഴിയിൽ കൂടി നടക്കാൻ ഇന്നുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ വചനം അനുസരിക്കണമെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം. എന്നാൽ അത് പലപ്പോഴും എന്നിൽ നിന്ന് തെറ്റിക്കാറുണ്ട്. ദേഷ്യവും കോപവും ഒക്കെ പലപ്പോഴും എന്നിൽ നിന്ന് വരാറുണ്ട്. അപ്പോഴും ദൈവത്തോട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് നമ്മൾ ആ സമയം തന്നെ നമ്മൾ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കുന്ന ഒരു ദൈവമായിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ ദൈവമാണ് എന്നെ നടത്തിയത്. അതിനായിട്ട് ഞാൻ എല്ലാ വഴികളിലും കർത്താവാണ് എന്നെ ഇന്നുവരെ നടത്തിയെന്നുള്ളതിന്
അതുപോലെ അങ്ങ് മുമ്പോട്ട് ഈ കർത്താവിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലവും മരിച്ചാലും ഈ ദൈവത്തിനോടൊപ്പം ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് കർത്താവിൻ്റെ വചനം ഇന്ന് എപ്പോഴും ദാസന്മാരെല്ലാം പങ്കുവെക്കുന്ന വചനങ്ങളെല്ലാം ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ അതൊന്നും മനസ്സിലാകാതെ ഉണ്ട്. ഈ വെളിപ്പാട് പുസ്തകം ബൈബിൾ സ്റ്റഡിയിലൊക്കെ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴും സന്ധ്യ ബ്രദർ പറയാറുണ്ട് മനസ്സിലായില്ലെങ്കിൽ തന്നെയും ദൈവത്തെ ആ വചനത്തിൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവം അത് ഉള്ള മറുപടി ദൈവം തരും എന്ന്. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാം കുടുംബമായിട്ട് എല്ലാവരും ഈ കർത്താവിനെ ഈ രക്ഷയെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ് എങ്ങനെയാണോ അതിനെ ഇട്ട് വിചാരിക്കുന്നത് അതുപോലെ നടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാം പറയുവാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. വിവാഹം കഴിഞ്ഞ സമയത്തുമൊക്കെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി ഞാൻ കടന്നു പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ജീവിക്കണ്ട, എങ്ങനെ മരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ എവിടെയെങ്കിലും വീണ് മരിക്കുക, അല്ലെങ്കിൽ ഗുളിക എടുത്ത് മരിക്കുക എന്നൊക്കെ ഓർക്കുമ്പം അന്ന് ഗർഭിണിയായിരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഓർക്കും ഞാൻ മരിച്ചില്ലെങ്കിൽ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ പല പ്രാവശ്യം ഇപ്പം അങ്ങ് കരച്ചിലോടിരിക്കുന്ന സമയത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട്. അമ്മാമ്മ എനിക്കൊരു ലെറ്റർ എഴുതി. അന്ന് ലെറ്റർ ആയിരുന്നല്ലോ, ഫോണൊന്നുമില്ല. ആ സമയത്ത് അമ്മാമ്മ എനിക്ക് എഴുതിയത് ഇന്ന് വത്സലയ്ക്ക് അത് സംഭവിച്ചിരിക്കുന്നതിൽ വിഷമമുണ്ട്. വിഷമം ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഭർത്താവ് മരിക്കുമ്പോൾ നമുക്ക് കാണും. പക്ഷേ ഇന്ന് വത്സലയ്ക്ക് വിഷമമായിട്ട് തോന്നുമെങ്കിലും അത് അവസാനം വത്സലയ്ക്ക് നന്മയ്ക്കായിട്ടേ വരത്തുള്ളൂ. ദൈവം എന്ത് ചെയ്താലും അത് നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം തരത്തുള്ളൂ. അങ്ങനെ അന്ന് മുതലേ ഇന്ന് വരെയും കർത്താവ് എല്ലാ വഴികളിലും എൻ്റെ എല്ലാ വഴികളും പ്രയാസവും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെയും കർത്താവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ സമയത്ത് നമ്മളെ ദൈവം സഹായിക്കും. അത് മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെക്കരുത് എന്നുള്ളതാണ് എൻ്റെ വചനത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മുന്നോട്ടും ഈ കർത്താവിനെ കൈവിടാതെ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കട്ടെ. സ്തോത്രം കർത്താവിന് സ്തോത്രം. ദൈവം ഇന്ന് ഈ ഭവനത്തിൽ ഒരു മീറ്റിംഗ് കൂടി വയ്ക്കുവാൻ കഴിഞ്ഞ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഒറ്റയ്ക്കൊരു റൂമിൽ ഞാൻ പോയിരുന്ന് എൻ്റെ ബൈബിൾ വായിച്ച് എൻ്റെ വിഷമങ്ങൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയും. അപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ കിട്ടുന്നത്. എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ കരഞ്ഞാലും എനിക്കതിന് ആശ്വാസം കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ബൈബിൾ വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്കതിൽ എൻ്റെ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ ദൈവത്തിനോട് കൂടുതൽ അടുത്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. എനിക്കാണെങ്കിൽ വചനങ്ങൾ എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ചിലതൊക്കെ എനിക്ക് ഓർമ്മ വരും. ആ വചനങ്ങൾ മനസ്സിൽ പറഞ്ഞ് ദൈവമേ, പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളും ഒക്കെ ഉണ്ട്, അതെല്ലാം എൻ്റെ ദൈവനോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആ പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞ് എവിടേക്കോ പോയതുപോലെയാണ്. എൻ്റെ ദൈവം എന്നെ അത്രയും സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എൻ്റെ വിഷമങ്ങളുടെ സങ്കടങ്ങളിലും എനിക്ക് ഞാൻ മനസ്സിൽ ദൈവമേ എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴൊക്കെ ദൈവം കുറേ കഴിഞ്ഞാണെങ്കിലും എനിക്കത് സാധിച്ചു തരുന്നുണ്ട്. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനാണേലും ഇങ്ങനെ വചനം പറയാനാണെങ്കിലും എനിക്ക് അറിയില്ല, എന്നാലും അറിയുന്ന വിധത്തിലൊക്കെ ഞാൻ പറയുന്നു ഉണ്ട്. ദൈവം വചനം പറയുമ്പോൾ എനിക്കത് കൂടുതൽ മനസ്സിലാകുവാനുള്ള കൃപ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കും ഞാൻ എപ്പോൾ. ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനും അതുപോലെ സ്നാനമെന്ന ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഈ കുറേ ദിവസങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട്. അത് എങ്ങനെ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെ സ്നാനം കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ട് എന്ന്
എനിക്കും അറിയത്തില്ല. എന്നാലും എൻ്റെ മനസ്സിൽ ആ ചിന്ത വരുന്നുണ്ട്. അതിന് ദൈവം എന്നെ ദൈവത്തിൻ്റെ കൃപയും എന്നോട് കൂടെ ഇരിക്കണം. അത് എത്ര വേഗത്തിൽ അത് നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന വചനങ്ങളൊക്കെയും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാനും ഒക്കെ കഴിയട്ടെ എന്നും ദൈവത്തിനോട് അതിനെനിക്ക് കൃപ തരണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതുവരെ നടത്തിയ എല്ലാ വഴികൾക്കും നന്ദി പറയുന്നു. ഇതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റിയത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇതുപോലെ ഒരു ദിവസം ഞാൻ കൊച്ചിലെ ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ വേണമെന്നുള്ളത്. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും എനിക്ക് കൊച്ച് ഇച്ചിരി കൂടെ വലുതാവട്ടെ എന്ന് ഞാനപ്പോൾ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊരു സൈക്കിൾ തരാമോ എന്ന് പ്രാർത്ഥിച്ചു. അന്നേരം പെട്ടെന്ന് ഇച്ചിരി വലുതായി എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു സൈക്കിൾ കിട്ടണേ എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ചിപ്പി ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കടയിൽ സൈക്കിൾ എടുക്കാൻ പോവാന്ന്. അന്നേരം ഞാൻ പെട്ടെന്ന് ഭയങ്കര ഇതായിപ്പോയി. അപ്പം പോയി സൈക്കിൾ എടുത്ത്, പക്ഷെ എനിക്കത് ചവിട്ടാൻ വൃത്തിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം സീകലമ്മ നന്നായിട്ട് വണ്ടിയും പഠിച്ച് സൈക്കിളും ചവിട്ടായിരുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് സൈക്കിൾ അറിയാത്ത എന്താ, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി സങ്കടം വരുന്നുണ്ടായിരുന്നു അന്ന്. അന്നേരം പെട്ടെന്നൊരു അങ്കിൾ വന്നിട്ട് പറഞ്ഞ് ഇതുപോലെ ആദ്യം ഇങ്ങനെ കാല് കുത്തി ചവിട്ടി നോക്ക്, പിന്നെ തനിയെ അത് ചവിട്ടാൻ പറ്റുമെന്ന്. ഞാൻ കാല് കുത്തി ചവിട്ടി, ഞാൻ വീണിട്ടുണ്ട്, ഒത്തിരി തവണ വീണ്, എന്നിട്ടും എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സൈക്കിള് മാറ്റി വെച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കതൊന്ന് ചവിട്ടാൻ പറ്റിയെന്നെങ്കിലെന്ന്. പിന്നെ ഞാൻ പിറ്റേ ദിവസം പോയി, ഇതേപോലെ ഞാൻ വീണിട്ടില്ല, ഞാൻ സൈക്കിള് പഠിച്ചെടുത്ത് എനിക്കത് സൈക്കിള് ചവിട്ടാൻ പറ്റി. അന്നേരം ദൈവം തന്ന കൃപയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു.